അയ്യോ അപ്പോൾ പോകാൻ റെഡി ഗൈസ്. അപ്പോൾ ഇന്ന് വർക്കുള്ളത് കൊണ്ട് നേരത്തെ കുക്കിംഗ് ഒക്കെ തീർത്തതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ പോവാം. ഓക്കെ, ഇനി ഹെൽമെറ്റ് എടുക്കണം, ചാവി എടുക്കണം. ബായ്. കൈ വിചാരിച്ച പോലെ ഇങ്ങനെ പേന പിടിക്കാൻ പറ്റുന്നില്ല ഗൈസ്, തണുത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ പിന്നെ ഞാൻ ഉച്ചയ്ക്കായപ്പോഴത്തേക്കും വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. വന്നപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കിയെന്ന കറികളൊക്കെ കണ്ടല്ലോ. പിന്നെ എനിക്ക് ചെമ്മീൻ ഉണ്ടായിരുന്നു, അത് ഉണ്ടാക്കിയിട്ട് ചമ്മന്തി അരയ്ക്കാൻ പുതിയായിട്ടോ. അതിൽ വേഗം ചെമ്മീനൊക്കെ തലയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് ചെമ്മീനും കറിവേപ്പിൻ്റെയും വറക്കുകയാണ്. പിന്നെ ഇവിടെ മിക്സീൻ്റെ ചാറിൽ വറ്റൽമുളക് ചൂടാക്കിയത് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കാന്താരിമുളകും 2-3 ചെറിയ ഉള്ളിയും ഇത് ഇട്ടിട്ടുണ്ട്. ഇത് ഇത്രയും ഇതിൻ്റെ തലയാട്ടോ, തലയും പിന്നെ പൊടികൾ ഐറ്റംസ്. ഞാനിങ്ങനെ ചെമ്മീൻ്റെ തലയൊന്നും ചമ്മന്തി അരയ്ക്കാനാണെങ്കിൽ പോലും തല എടുക്കില്ല. ചിലർ ചമ്മന്തി അരയ്ക്കാനൊക്കെ എൻ്റെ തലയൊക്കെ എടുക്കണതാണ്. എനിക്ക് പേടി. ഇപ്പോൾ അതിൻ്റെ തലയൊക്കെ ഇട്ട് നമ്മൾ ചമ്മന്തി അരച്ചിട്ട് എന്തെങ്കിലും വല്ല വയറിനുള്ള അസ്വസ്ഥത ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കളഞ്ഞപ്പോൾ അതിൻ്റെ തലയാണ് കൂടുതലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ വറ്റൽമുളക് 4-5 എടുത്ത് ബാക്കി കുറച്ച് കാന്താരിമുളകും കൂടെ ഇട്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ആദ്യം അരച്ചു, ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നെ അതിലേക്ക് തേങ്ങ ചേർക്കുകയാണ്. ലാസ്റ്റാണ് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർക്കണേ. അല്ലെങ്കിൽ ചെമ്മീൻ ഒരുപാട് അങ്ങോട്ട് പൊടിഞ്ഞു പോകും. നമുക്ക് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാം അരച്ചതിന് ശേഷം നമ്മളൊന്ന് അരച്ചെടുത്താൽ മതി. ചെമ്മീൻ ചമ്മന്തി ഇവിടെ അരച്ച് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ചോറിന് വേറെ ഒന്നും വേണമെന്നില്ല കേട്ടോ. അങ്ങനെ ചമ്മന്തിയൊക്കെ അരച്ചു. അതൊക്കെ ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്ലേറ്റിലിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു പാത്രത്തിൽ അടച്ചു വെച്ചു. പിന്നെ ചോറ് വിളമ്പാണ്. ചെമ്മീൻ ചമ്മന്തിയും പിന്നെ ക്യാബേജ് തോരനുണ്ട്, മീൻ വറുത്തതുണ്ട്, ചെരങ്ങ താളിപ്പാണ്, പിന്നെ പപ്പടം ഇന്നലെ ഉണ്ടാക്കിയത് കേട്ടോ, പിന്നെ നാരങ്ങച്ചാറും. അപ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. എന്നിട്ട് പിന്നെ റീഡിങ്ങിന് വീണ്ടും പോകും കേട്ടോ. റീഡിങ് ഒരു ഫുഡ് കഴിക്കാൻ വന്നിട്ട് പിന്നെ റീഡിങ്ങിന് പോയി ഇപ്പോൾ 2 മണിക്കൂർ എടുത്തിട്ട് വീണ്ടും തിരിച്ച് വന്നു. ഇനി ഞങ്ങൾ പൊട്ടിക്കൽ പോവുകയാണ്. തത്ത അമ്മ ഇവിടെ നിന്ന് പൂക്കോടമ്പാടത്ത് നിന്ന് വിളിച്ചിട്ട് കൂടെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാനും കിച്ചുമോളും പോകുന്നത് വേറൊന്നുമല്ല, നമ്മൾ അരി തീർന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അരി എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. നാളെ നമുക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം. ഗൈസ്, ഞാൻ എൻ്റെ കമ്മൽ ഊരി വെച്ചു കേട്ടോ. വേറൊന്നുമല്ല, എന്താ പറയുക, ഞാൻ നോക്കുമ്പോൾ ഉച്ചയ്ക്ക് നോക്കുമ്പോൾ എൻ്റെ കമ്മലിന് ഒരു വൈറ്റ് ഗോൾഡ് പോയിട്ടുണ്ട്. വൈറ്റ് മുത്ത് പോയിട്ടുണ്ട്. പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാനത് ഊരി വെച്ചു. അപ്പം ഞാനും കിച്ചുമ്പോൾ ഇതാ പൊട്ടിക്കല്ലിൽ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ തത്ത ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പറയുന്നുണ്ട് അമ്മമ്മേനോട് ചുമ്മാ ചെന്ന് പേടിപ്പിക്കാന്നൊക്കെ പറയാണ് കിച്ചുവിനോട് കേട്ടോ. പിന്നെ ഞങ്ങൾ അധിക സമയം നിന്നില്ല, അരി എടുത്ത് വേഗം തിരിച്ചു പോന്നു. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ.